നമസ്കാരം പ്രിയമുള്ളവരെ. ഇസ്രായേലിന്റെ അപക്വമായ ഒരു തീരുമാനമായിരുന്നു ഖത്തറിനെ ആക്രമിച്ചത് എന്ന രീതിയിലുള്ള വിശകലനങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. കാരണം ലോകത്ത് ഇസ്രായേൽ കൂടുതൽ ഒറ്റപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ ഈ അവസരത്തിൽ പുറത്തു വരുന്നത് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഏകപക്ഷീയമായി തന്നെ ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണത്തെ അപലപിച്ചു എന്നാണ്. നേരത്തെ ഒക്കെ അമേരിക്ക ഇടപെട്ട് ഇത്തരം ആരോപണങ്ങളുടെ അല്ലെങ്കിൽ ഇത്തരം പ്രമേയങ്ങളുടെയൊക്കെ ഒരു തീവ്രത കുറയ്ക്കുകയും ഇസ്രായേലിന് അനുകൂലമാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ അതുണ്ടായില്ല. വളരെ രൂക്ഷമായി തന്നെ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഖത്തറിന് മേലുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ അപലപിച്ചിരിക്കുന്നു. പശ്ചിമേഷ്യയിൽ മാറുന്ന രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്ക് ഈ ഖത്തറിന്റെ ഇസ്രായേലി ആക്രമണം കൊണ്ടുചെന്നെത്തിക്കുമെന്ന നിഗമനത്തിൽ മാധ്യമങ്ങൾ എത്തുന്നുണ്ട്. പ്രത്യേകിച്ചും റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ ഒരു കടന്നുവരവ് ആ മേഖലയിൽ ഉണ്ടാകും. കൂടുതൽ വിശ്വസിക്കുവാൻ പറ്റാവുന്ന പുതിയ സഖ്യകക്ഷികളിലേക്ക് ആ മേഖലയിലെ രാജ്യങ്ങൾ എത്തും എന്ന നിഗമനം മാധ്യമങ്ങൾ നടത്തുകയാണ്. ഒപ്പം റഷ്യ, ചൈന അച്ചുതണ്ടിനോടൊപ്പം തന്നെ ഇറാനും ആ മേഖലയിൽ സ്വീകാര്യമായ ഒരു രാജ്യമായി കടന്നു വരും. നേരത്തെ ഇറാൻ ഈ രാജ്യങ്ങളുമായിട്ടുള്ള GCC രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചില ദ്വീപുകൾക്ക് മേലുണ്ടായിരുന്ന ഇറാന്റെ അവകാശവാദങ്ങളൊക്കെ പിൻവലിച്ചിരുന്നു. ആ മേഖലയിൽ രാജ്യങ്ങൾ കൂടുതൽ സൗഹൃദപരമായി മുന്നോട്ട് പോകണമെന്ന് ഇറാന്റെ ഭാഗത്ത് നിന്ന് നിർദ്ദേശങ്ങളുണ്ടായിരുന്നു. അതുപോലെയുള്ള വിട്ടുവീഴ്ചകളും സമീപനങ്ങളും GCC രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ്. ഒരു പൊതുശത്രുവിനെതിരെ ആ മേഖലയിലെ രാജ്യങ്ങൾ ഈ രാഷ്ട്രീയ വിഭാഗീയതകളൊക്കെ മറന്ന് ഒന്നിച്ചു നിൽക്കുവാനുള്ള സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നു എന്ന നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നിലനിർത്തുന്നത്. മറ്റൊന്ന്, ഇസ്രായേലി ചരിത്രകാരനായ ഇയാൻ പാപ്പയുടെ ചില നിഗമനങ്ങൾ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് 1948 നാസികൾ ജൂതന്മാരോട് ചെയ്തതിനേക്കാൾ വളരെ ക്രൂരതയാണ് ഇപ്പോൾ ഇസ്രായേൽ ഗസയിൽ ചെയ്തു വരുന്നതെന്നാണ്. അതായത് 1948 ഇസ്രായേൽ എന്ന രാജ്യം രൂപവത്കരിക്കപ്പെടുമ്പോൾ തന്നെ മെമ്മറൈസ്ഡ് എന്ന് വിളിക്കുന്ന ഒരു പദ്ധതി ഇസ്രായേൽ തയ്യാറാക്കിയിരുന്നു. അതായത് ഫലസ്തീൻ്റെ അവിടുത്തെ അറബികളുടെ ഒക്കെ ഐഡന്റിറ്റി നശിപ്പിക്കുന്ന, അവരുടെ സ്വത്വത നശിപ്പിക്കുന്ന രീതിയിലുള്ള ചില കാര്യങ്ങളൊക്കെ ഇസ്രായേൽ രൂപപ്പെടുത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഇസ്രായേൽ പ്ലാൻ ചെയ്തിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അറബ് ഗ്രാമങ്ങൾ പിടിച്ചെടുക്കുക, എന്നിട്ട് അവരുടെ അറബി നാമങ്ങൾ, ആ ഗ്രാമങ്ങളുടെ അറബി നാമങ്ങൾ ഇല്ലാതാക്കുക. അങ്ങനെ ഈ അറബികളുടെ ഒരു ഐഡന്റിറ്റി ആ പ്രദേശത്ത് ഇല്ലാതാക്കുന്നതിന് ഇസ്രായേൽ ആസൂത്രിതമായി ശ്രമിച്ചിരുന്നു. അദ്ദേഹം ചില ഉദാഹരണങ്ങൾ കൂടി എടുത്തു കാണിക്കുന്നുണ്ട്. സഫറിയ എന്ന് പറയുന്ന ഗ്രാമം പിടിച്ചെടുത്തത് സിഫോറിയാക്കി, ലുബിയ എന്ന് പറയുന്ന ഗ്രാമം പിടിച്ചെടുത്തത് ലവിയാക്കി എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മാത്രമല്ല ഈ മിക്കപ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള, പ്രത്യേകിച്ചും യൂറോപ്പിൽ നിന്നുള്ള കുടിയേറ്റക്കാരാണ് ഗസയിലേക്ക് എത്തിയത്, ഫലസ്തീനിലേക്ക് എത്തിയത്. അവരുടെ ഒരു ക്ഷേമത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കാലാവസ്ഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് 10,000-കണക്കിന് പൈൻ മരങ്ങളാണ് ഇസ്രായേൽ ഇറക്കുമതി ചെയ്തത്. അതിനു വേണ്ടിയിട്ട് ഇസ്രായേൽ ഉണ്ടായിരുന്ന ഒലിവ് മരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. പക്ഷേ പൈൻ മരങ്ങളെല്ലാം മിഡിൽ ഈസ്റ്റിലെ കാലാവസ്ഥയെ അതിജീവിക്കുവാതെ നശിച്ചുപോയി. ഈ ഒലിവ് മരങ്ങൾ ആ രാജ്യത്തിന് മേലുള്ള അവരുടെ അവകാശം എന്നതുപോലെ തിരിച്ചു വന്നു, വീണ്ടും അവിടെ മൊട്ടിട്ടു, പൂവിട്ടു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ഈ ഗസയിലെ ആളുകളും അവർ ഇസ്രായേലിന്റെ ഈ ക്രൂരതകളിലൊക്കെ അതിജീവിച്ച് തിരിച്ചു വരും എന്നൊരു ശുഭാപ്തി വിശ്വാസവും ഇയാൻ പപ്പെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് ശരിയാണ്. കാരണം എത്രത്തോളം അടിച്ചമർത്തൽ ഉണ്ടായാലും ഒരു രാജ്യത്തിന്റെ അവകാശികൾ ആ രാജ്യം നേടും. അത് ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നതാണ്. ഇതിനേക്കാളും വലിയ ശക്തമായ അടിച്ചമർത്തലുകൾ നേരിട്ട ജനതയും രാജ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ അതിജീവിച്ച് അവരുടെ രാജ്യത്തിന്റെ സ്വതന്ത്രം അത് യാഥാർത്ഥ്യമാക്കുക തന്നെ ചെയ്തു. ഇതിവിടെയും അതുപോലെ തന്നെ സംഭവിക്കും എന്നാണ് ഇയാൻ പപ്പെ, ഇസ്രായേലി ചരിത്രകാരൻ, അവകാശപ്പെടുന്നത് എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്നലെയും നെതന്യാഹുവിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു. ഫലസ്തീൻ രാഷ്ട്രം, അതുമായി ബന്ധപ്പെട്ട സ്വപ്നങ്ങളൊക്കെ ഉപേക്ഷിക്കുവാൻ നെതന്യാഹു പറയുന്നു. പക്ഷേ അത് കൂടുതൽ യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നു എന്ന രീതിയിലുള്ള സംഭവങ്ങൾ തന്നെയാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലത്തിലൊക്കെ ഫലസ്തീൻ അനുകൂല സംഭവവികാസങ്ങൾ, രാഷ്ട്രങ്ങളുടെ ഏകീകരണങ്ങളൊക്കെ ഉണ്ടാകുന്നു എന്ന രീതിയിൽ തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നെതന്യാഹുവിൻ്റെ വ്യാമോഹമായി തന്നെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യാമോഹങ്ങളായി തന്നെ നിൽക്കും എന്ന രീതിയിൽ റിപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ചും അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം മാത്രമാണ് ഇപ്പോൾ ഇസ്രായേലിനെ ശക്തമായി സപ്പോർട്ട് ചെയ്യുന്നത്. അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ തന്നെ ഈ ഇസ്രായേലിന് വേണ്ടി ഇത്രയധികം പൈസ ബഡ്ജറ്റിൽ നീക്കി വെക്കുന്നതിന് അമേരിക്കക്കകത്ത് നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു എന്ന ഒരു രീതി കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഇനി എത്ര നാൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്ന വലിയ വിശകലനങ്ങളും മാധ്യമങ്ങൾ നടത്തുകയാണ്.
ഇസ്രായേലിൻ്റെ അപകടമണി മുഴങ്ങുന്നു എന്ന ഒരു നിഗമനം തന്നെ മാധ്യമങ്ങൾ നടത്തിയാണ്. കാരണം അമേരിക്ക വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വേതാളത്തെ കൂടി താങ്ങേണ്ട ഒരവസ്ഥയിലേക്ക് തങ്ങൾ എത്തേണ്ടതുണ്ടോ എന്ന് വലിയ ചോദ്യം അമേരിക്കയിലെ യുവജനങ്ങൾ ചോദിക്കുന്നുണ്ട് എന്ന വലിയ നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തിയാണ്. മറ്റൊന്ന്, ഹമാസിനെ ഉന്മൂലനം ചെയ്യുവാൻ വേണ്ടി ആയിരുന്നു ഈ യുദ്ധമെങ്കിൽ, ഈ കടന്നുകയറ്റമെങ്കിൽ എന്തിന് വെസ്റ്റ് ബാങ്കിലേക്ക് കടന്നുകയറി ഇസ്രായേൽ സൈന്യം എന്നൊരു ചോദ്യവും ഉന്നയിക്കപ്പെടുകയാണ്. കാരണം വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്നത് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു പ്രദേശമല്ല. അവിടെ ഫത്തഹ് പാർട്ടിയാണ് ഭരിക്കുന്നത്. അവർ മിക്കപ്പോഴും മിതവാദം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. മാത്രമല്ല അവർ ഹമാസിനെ ശക്തമായി എതിർക്കുകയും ചെയ്യുകയാണ്. എന്നിട്ടും എന്തിനെ വെസ്റ്റ് ബാങ്കിലേക്ക് ഇസ്രായേലി സൈന്യം കടന്നുകയറി എന്നൊരു ചോദ്യവും ഉയരുകയാണ്. അതായത് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇസ്രായേലിന് വ്യക്തമായ അധിനിവേശ പ്ലാൻ ഉണ്ടായിരുന്നു. അവർക്ക് ഗ്രേറ്റർ ഇസ്രായേൽ എന്ന ഒരു പദ്ധതി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായി നടപ്പിലാക്കാനുള്ള ഒരു അവസരമായി കണ്ടു. അതുകൊണ്ട് വെസ്റ്റ് ബാങ്കിലേക്കും സമാധാനപരമായിട്ട്, പ്രത്യേകിച്ചും ഇസ്രായേലുമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഈ അടുത്ത കാലങ്ങളിൽ നിലകൊണ്ട വെസ്റ്റ് ബാങ്കിലേക്കും അവർ കടന്നു കയറുന്നതിന് ഇത് കാരണമായി എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ മാധ്യമങ്ങൾ നടത്തുകയാണ്. ഏകദേശം 40,000-ത്തിലധികം ജൂത സെറ്റിൽമെന്റുകൾ ഈ ഒക്ടോബർ 7 ശേഷം വെസ്റ്റ് ബാങ്കിലും ഉണ്ടായതായി മാധ്യമങ്ങളുടെ നിഗമനം വരികയാണ്. ഇസ്രായേൽ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ആ മേഖലയിൽ അവരുടെ ഗ്രേറ്റർ ഇസ്രായേൽ എന്ന പദ്ധതി നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. മറ്റൊന്ന്, ഖാലിദ് മിഷലിന്റെ കൊലവാൻ ഇസ്രായേൽ നടത്തിയ ശ്രമങ്ങളുമായി ബന്ധപ്പെട്ട് 1996 അമാനിൽ ഇതുപോലെ സമാനമായ ഒരു ശ്രമം നടത്തിയത് മാധ്യമങ്ങൾ വീണ്ടും ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. മൊസാദ് ചാരന്മാർ അമ്മാനിൽ കടന്നെത്തി, ജോർദാന്റെ തലസ്ഥാനമായ അമ്മാനിൽ കടന്നെത്തി ഖാലിദ് മിഷലിന്റെ ചെവിയിൽ വിഷം ഒഴിച്ച ഒരു സംഭവം ഉണ്ടായി. അതിനുശേഷം മൊസാദിന്റെ ചാരന്മാർക്ക് ഓടി രക്ഷപ്പെടുവാൻ പറ്റിയില്ല. അവര് ജോർദാൻ പോലീസിന്റെ പിടിയിലായി. അപ്പോൾ അന്നത്തെ ജോർദാൻ രാജാവ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടത് പ്രതിമരുന്ന്, അതായത് ഈ വിഷം നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പ്രതിമരുന്ന് എത്തിച്ചില്ലെങ്കിൽ, ഖാലിദ് മിഷലിനെ ഈ പ്രതിമരുന്ന് എത്തിച്ച് രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഈ പിടികൂടിയ മൊസാദ് ചാരന്മാരെ ഈ ഖാലിദ് മിഷലിന്റെ ചെവിയിൽ വിഷമൊഴിച്ച് കൊലപ്പെയ്യാൻ ശ്രമിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ജോർദാൻ പോലീസിന്റെ പിടിയിലായ മൊസാദ് ചാരന്മാരെ അവരെ ശിക്ഷയ്ക്ക് വിധേയരാക്കും, അവരെ കൊല്ലും എന്ന രീതിയിൽ ഭീഷണി മുഴക്കി ഹുസൈൻ രാജാവ്. അങ്ങനെ ഇസ്രായേൽ പ്രതിമരുന്ന് എത്തിക്കുകയായിരുന്നു. അങ്ങനെ രക്ഷപ്പെട്ട ഒരാളാണ് ഖാലിദ് മിഷൽ. അദ്ദേഹത്തെയാണ് വീണ്ടും ഇപ്പോൾ ഖത്തറിൽ കൊല ചെയ്യുവാൻ ഇസ്രായേൽ ശ്രമിച്ചത്. അങ്ങനെ 2 പ്രാവശ്യം ഖാലിദ് മിഷൽ ഇസ്രായേലിന്റെ വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന നിഗമനം മാധ്യമങ്ങൾ നടത്തുകയാണ്. എന്തായാലും ഖത്തറിന് മേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം അത് അന്തർദേശീയ തലത്തിൽ വലിയ രീതിയിലുള്ള നയരൂപീകരണത്തിനും ഒപ്പം പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾക്കും രൂപം നൽകും എന്ന രീതിയിൽ വാർത്തകൾ വിശകലനം ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ചും GCC-യിലെ രാജ്യങ്ങൾ സംയുക്തമായി ഒരു സൈന്യത്തെ രൂപപ്പെടുത്തുവാനുള്ള സാധ്യത, യൂറോപ്യൻ യൂണിയനെ പോലെ ഒക്കെ സംയുക്തമായി ഒരു സൈന്യത്തെ രൂപപ്പെടുത്തുവാനുള്ള സാധ്യത മാധ്യമങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു നിമിഷം കൂടിയാണ് ഇത്. എന്തായാലും ഞായർ തിങ്കൾ ദിവസങ്ങളിൽ അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ ഉച്ചകോടി നടക്കുകയാണ്. അതും ഈ പ്രശ്നങ്ങളിലേക്കുള്ള പുതിയ നിർദ്ദേശങ്ങളും രൂപരേഖകളും ഒക്കെ രൂപപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.